ഇന്നത്തെ മാതൃഭൂമി പത്രവാർത്തയിൽ വെള്ളപ്പാറക്കൽ സാംബവ സങ്കേതത്തിൽ 7 കുടുംബങ്ങൾ താമസിക്കുന്നുണ്ട് എന്നാണ് വാർത്ത കണ്ടത്. അത് തീർത്തും അടിസ്ഥാനരഹിതമാണ്. കാരണം ഇവിടെ 3 കുടുംബങ്ങളാണ് താമസിക്കുന്നത്. അതിൽ തന്നെ 2 കുടുംബങ്ങൾക്ക് വീടുണ്ട്, അവർക്ക് കറണ്ടുണ്ട്, ഒരു കുടുംബത്തിന് നല്ലൊരു കക്കൂസുണ്ട്. രുക്മയ്ക്ക് മാത്രമാണ് വീടില്ലാത്തത്. രുക്മ ഇതുവരെ ലൈഫ് ഭവന പദ്ധതിയിൽ അന്ന് അപേക്ഷിച്ചിട്ടില്ല. അത് അപേക്ഷിച്ചില്ല എന്നുള്ളത് രുക്മ തന്നെ പറഞ്ഞിട്ടുണ്ട്. വീടിന് വേണ്ടി അപേക്ഷിച്ചില്ല. കാരണം അവരന്ന് ഇവിടെ താമസിക്കുന്നില്ല. കഴിഞ്ഞ വർഷം അവരുടെ മകളുടെ വിവാഹത്തോടനുബന്ധിച്ച് അവരൊരു ചെറിയൊരു ഷെഡ് ഉണ്ടാക്കുകയും അതിൽ വെച്ച് വിവാഹം നടത്തുകയും ചെയ്തു. അതിനുശേഷം അത്യാവശ്യം ദിവസങ്ങളിൽ മാത്രം ഇവിടെ താമസിക്കുന്നുണ്ട്. ഈ ദേവി രാജു, ബാവ അപ്പു, രുക്മ അനിൽ, ഇത്രയും 3 കുടുംബങ്ങളാണ് ഇവിടെ ചില ദിവസങ്ങളെങ്കിലും കാണുന്നത്. ദേവിക്ക് പഞ്ചായത്തിൻ്റെ വീട് നൽകി. ആ വീടിനോട് അനുബന്ധിച്ച് തന്നെ ടോയ്ലറ്റ് ഉണ്ടാക്കേണ്ടതായിരുന്നു. പക്ഷേ ടോയ്ലറ്റ് ഉണ്ടാക്കിയില്ല. അതിൻ്റെ ഫണ്ടൊക്കെ കൊടുത്തതാണ്. കഴിഞ്ഞ വർഷം അവർക്ക് വീണ്ടും ടോയ്ലറ്റിന് പദ്ധതി വെച്ച്, അവർക്ക് രുക്മയ്ക്കും വെച്ച് ബാവയ്ക്കും വെച്ച്, അതിൽ ദേവി മാത്രം ചെയ്യാൻ വേണ്ടി തയ്യാറായി. അങ്ങനെ അവർക്ക് പണം ഇല്ലയെന്ന് അറിഞ്ഞതിൻ്റെ നമുക്കറിയാമല്ലോ, അവരുടെ അടുത്ത് തുടക്കത്തിൽ ചെയ്യാൻ വേണ്ടി പണം ഉണ്ടാകില്ല എന്നുള്ളത് നമുക്കൊക്കെ അറിയാം. അപ്പോൾ അതുകൊണ്ട് തന്നെ എൻ്റെ കയ്യിൽ നിന്ന് ഞാൻ എടുത്തു കൊടുത്തു. അത് വേണമെങ്കിൽ ദേവീനോടും രാജുവിനോടും ചോദിച്ചാൽ മനസ്സിലാവും. പണി തുടങ്ങാൻ വേണ്ടി ആദ്യം പൈസ കൊടുക്കുകയാണ്. എന്നിട്ട് പണി പൂർത്തീകരിച്ചതിന് ശേഷം അവർക്ക് പൈസ കിട്ടിയതിന് ശേഷമാണ് എനിക്ക് പൈസ തന്നത്. അതുപോലെ തന്നെയാണ് വീടിന് അവർക്ക് കറണ്ടില്ലാത്തതുകൊണ്ടാണ് ഞങ്ങളിവിടെ സ്ഥിരമായി താമസിക്കാത്തതെന്ന് പറഞ്ഞതിൻ്റെ അടിസ്ഥാനത്തിൽ വീട് വയറിങ്ങിനുള്ള ഫണ്ട് വെച്ച്, അന്നും പറഞ്ഞത് ഞങ്ങൾക്ക് ചെയ്യാനുള്ള പണം ഇല്ലയെന്ന് പറഞ്ഞു. ഞാൻ പണം കൊടുത്തു, അവർ വയറിങ് ചെയ്തു. പഞ്ചായത്ത് ഫണ്ട് പാസ്സായതിനു ശേഷം എനിക്ക് തിരിച്ചു തന്നു. KSEB നല്ലവണ്ണം ഇടപെട്ടിട്ടുണ്ട്. പൂർത്തീകരിച്ച് അന്ന് തന്നെ അവർക്ക് കറണ്ട് കണക്ഷൻ കൊടുത്തിട്ടുണ്ട്. പിന്നെ രുക്മയ്ക്കും ടോയ്ലറ്റ് ഇപ്പോൾ എൻ്റെ കയ്യിൽ ഫയലുകളുണ്ട്, ഗ്രാമസഭാ മിനിറ്റ്സ് ഉണ്ട്. അതിൽ 2ാമത്തെ ആളാണ് 11ാം വാർഡിൽ രുക്മയ്ക്ക് ടോയ്ലറ്റിൻ്റെ ഗുണഭോക്താവായിട്ടുള്ളത്. അതിൽ 9ാമത്തെ രവീന്ദ്രൻ കാപ്പമ്മൽ വരെ ഞങ്ങൾ പണം കൊടുത്തു കഴിഞ്ഞു. ഇന്നലെ മിനിഞ്ഞാന്നായിട്ട് ഫണ്ട് അനുവദിച്ചിട്ടുണ്ട്. അതിൻ്റെ തെളിവുണ്ട്. അപ്പോൾ അതിൻ്റെ ഇടയിലാണ് രുക്മയും ബാവയും വരുന്നത്. അവർ 2 പേരും അറിയിച്ചിട്ട് അവർ തയ്യാറായില്ല. അവർ പറയുന്നത് ഞങ്ങൾക്ക് ബുദ്ധിമുട്ടാണ്, പിന്നെ വിളിക്കുമ്പം അവരെടുക്കുകയില്ല, ഇവിടെ വന്നാൽ കാണുകയില്ല, അങ്ങനത്തെ ഒക്കെ ഒരുപാട് അവസ്ഥകളുണ്ട്. പിന്നെ 3 വീട്ടിലെയും കുടിവെള്ളമാണ് ഇവരെ മെയിൻ പ്രശ്നം എന്ന് പറയും ആണ്. കാരണം തൊട്ടടുത്ത രാജീവേട്ടൻ്റെ വീട്ടിൽ നിന്നാണ് ഇവർ വെള്ളം കുടിവെള്ളമായിട്ട് ഉപയോഗിക്കുന്നത്. പിന്നെ അവർക്കൊന്നും ഒരു വിസമ്മതവും ഇല്ല, അവർ കൊടുക്കുന്നുണ്ട്. പക്ഷേ അവസാനം നമ്മുടെ ഒരു വരൾച്ച സമയത്ത് വെള്ളത്തിന് കുറച്ച് ക്ഷാമം ഉണ്ടാകുമ്പം അവിടുന്ന് കുടിക്കാനുള്ള വെള്ളം മാത്രം എടുക്കാൻ പറയും. അങ്ങനെ കുടിക്കാനുള്ള വെള്ളം എടുക്കും. ഇവർക്കായിട്ട് പഞ്ചായത്ത് കുടിവെള്ള വിതരണം നടത്തുമ്പോൾ ഏറ്റവും കൂടുതൽ പ്രയോറിറ്റി കൊടുക്കുന്നത് സംഘത്തിലുള്ള കുടുംബങ്ങൾക്കാണ്. അപ്പോൾ അതിന് വേണ്ടിയിട്ട് വലിയൊരു ടാങ്കിലാണ് ഞങ്ങൾ അവർക്ക് ദിവസം വെള്ളം കൊടുക്കുന്നത്. അവർ തന്നെ സമ്മതിക്കും, ഞങ്ങൾക്ക് ഉറപ്പാണ്. വലിയ ടാങ്കിലാണ് ഞങ്ങൾ അവർക്ക് വേണ്ടിയിട്ട്. മേലെ ചെറിയൊരു നടപ്പാതയുണ്ട്, അവിടെയാണെന്ന് വെച്ചാൽ അവിടം വരെ നമുക്ക് വണ്ടി വരും. അങ്ങനെ കുടിവെള്ളം അവിടെ ഉറപ്പാക്കും. പിന്നെ ഇപ്പോൾ ജൽജീവൻ മിഷൻ പദ്ധതി പ്രകാരം 3 വീട്ടിലും കണക്ഷൻ കൊടുത്തിട്ടുണ്ട്. പിന്നെ കംപ്ലീഷൻ ചെയ്യാത്തതുകൊണ്ടാണ് വെള്ളം കിട്ടാത്തത്. പിന്നെ ഒരു മെയിൻ പ്രശ്നം, ഇവരുടെ ഒരു മെയിൻ പ്രശ്നം വഴിയില്ല എന്നുള്ളതായിരുന്നു. അങ്ങനെ 2-3 വർഷം അത് വഴിയില്ലാത്തൊരു പ്രശ്നം വരെ ഒരാൾക്ക് നടന്നു പോകാൻ പറ്റാത്തൊരു അത്ര ഇടുങ്ങിയ വഴിയായിരുന്നു മെയിൻ റോഡിൽ നിന്ന് ഈ സങ്കേതത്തിലേക്കുള്ളത്. അങ്ങനെ ഞങ്ങൾ ഇടപെട്ട്. ഇവിടെ വലിയ പ്രശ്നങ്ങളൊക്കെ ഉണ്ടായി. ഇവിടെ പലരും സ്ഥലം വിട്ട് നൽകാൻ തയ്യാറായില്ല. തൊട്ടടുത്ത വീട്ടുകാരൊന്നും സ്ഥലം വിട്ട് നൽകാൻ തയ്യാറായില്ല. പഞ്ചായത്തിൽ ഞങ്ങളൊരു യോഗം ചേർന്ന്, ഔദ്യോഗികമായിട്ട് തന്നെ യോഗം ചേർന്ന് സെക്രട്ടറി യോഗത്തിൽ പങ്കെടുത്തിട്ടുണ്ട്. അപ്പോൾ നിങ്ങൾക്ക് മനസ്സിലാവില്ല എത്രത്തോളം പ്രാധാന്യത്തോടു കൂടിയാണ് ഞങ്ങൾ ഈ പ്രദേശത്തെ പ്രശ്നങ്ങൾ കണ്ടതെന്നുള്ളത്. അങ്ങനെ യോഗം ചേർന്ന് മെമ്പർമാരുണ്ട്, ഈ പ്രദേശത്തെ പൊതുപ്രവർത്തകരുണ്ട്, തൊട്ടടുത്തുള്ള രാജീവേട്ടനുണ്ട്. പിന്നെ അത് ഉപരി ഇവരുടെ നമ്മുടെ ചെറുമലയിലുള്ള ഒരു പ്രധാനപ്പെട്ട അവിടുത്തെ പല പ്രശ്നങ്ങളിൽ ഇടപെടുന്ന വേണു എന്ന പറഞ്ഞ വ്യക്തിയെക്കുറിച്ച് ക്ഷണിച്ചു. അങ്ങനെ അവരും കൂടി പങ്കെടുത്തു കൊണ്ട് യോഗ നടപടി നടത്തി. അങ്ങനെ അവിടെ ഒരു തീരുമാനമൊക്കെ ഞങ്ങളെ കയ്യിലുണ്ട്. അതിൽ പറഞ്ഞിരിക്കുന്നത് ഈ പ്രശ്നങ്ങൾ പരിഹരിക്കണം, ഈ 2 ഭാഗത്തുനിന്നും വിട്ടു നൽകാനുള്ള സ്ഥലം പിന്നെ നമ്മൾ പഞ്ചായത്ത് ഇടപെട്ടുകൊണ്ട് പരിഹരിച്ചു കൊടുക്കണം. 2.40 വീതി, 2.5 മീറ്റർ വീതിയിൽ റോഡുണ്ടാക്കണം. പിന്നെ വെള്ളപ്പാറക്കൽ മുതൽ പൂളച്ചാൽ, അതായത് ഇവരുടെ സങ്കേതം വരെ ഞങ്ങൾ റോഡ് വെട്ടിയിട്ടുണ്ട്. മേലോട്ട് ഇഷ്ടം പോലെ സ്വന്തമായിട്ട് സ്ഥലമുള്ള എത്രയോ ആളുകളുണ്ട്, അവിടെയൊന്നും വീടില്ല. പക്ഷേ അവരെ അല്ല, ഞങ്ങളുടെ മനസ്സിൽ ഈ സങ്കേതത്തിൽ താമസിക്കുന്ന 3 കുടുംബങ്ങളാണ്. അപ്പോൾ അവർക്ക് വേണ്ടിയിട്ടാണ് ഞങ്ങൾ ബുദ്ധിമുട്ടി, ഞങ്ങളും കൂടി ഇവിടെ നിന്നുകൊണ്ടാണ് അന്ന് റോഡ് വെട്ടിയത്. അതല്ലാന്ന് വേണ്ടി ഒരാൾക്കും പറയാൻ വേണ്ടി പറ്റില്ല. ഇവർ പറയല്ല, എന്തായാലും ഇവിടെ താമസിക്കുന്ന ആളുകൾ പറയില്ല എന്നുള്ളത് ഞങ്ങൾക്ക് ഉറപ്പാണ്. അങ്ങനെ ഇപ്പോൾ റോഡ് പിന്നെ നമ്മുടെ സ്ഥലത്തിൻ്റെ ഭൂപ്രകൃതിക്ക് അനുസരിച്ച് ചെറിയൊരു കുത്തനെയുള്ള റോഡാണ്. പക്ഷേ ഇവർക്ക് ഏറ്റവും
നടന്നു പോകാൻ ഒരു സ്കൂട്ടിയൊക്കെ വരാനുള്ള ഏറ്റവും നല്ല റോഡ് ഇവർക്ക് പിറകിലുണ്ട്. ഇവരുടെ സ്ഥലത്തിൻ്റെ പിറകിൽ നല്ലൊരു നടപ്പാത ഉണ്ടാകും, വെള്ളപ്പാറക്കൽ നടപ്പാതയാണ്. അത് പഞ്ചായത്ത് ഈ വർഷത്തെ പദ്ധതിയിൽ ഉൾപ്പെടുത്തി മിനിറ്റ്സ് പരിശോധിച്ചാൽ മനസ്സിലാവും. ഈ വർഷത്തെ പദ്ധതിയിൽ ഉൾപ്പെടുത്തി നടപ്പാതയ്ക്കുള്ള ഇത് നീക്കി വെച്ചിട്ടുണ്ട്. അപ്പം ആർക്ക് വന്നാലും പഞ്ചായത്തിൻ്റെ മിനിറ്റ്സുകളും ഗ്രാമസഭാ മിനിറ്റ്സുകളും പരിശോധിച്ചാൽ അത് ഞങ്ങൾക്ക് വ്യക്തമായിട്ട് കാണിച്ചു തരാൻ പറ്റുന്നതാണ്. പിന്നെ അങ്ങനെ ഇവിടെയുള്ള എല്ലാ പ്രശ്നങ്ങളിലും ഇവിടെ ഇല്ല എന്നുള്ളതാണ് മെയിൻ പ്രശ്നം. ഇവരിവിടെ സ്ഥിരമായിട്ട് താമസിക്കുക. തൊഴിലുറപ്പിൽ ഞാൻ ഈ ദേവിയെടുത്തിനെയും രുക്മേനെയും കാണുമ്പോൾ ഒക്കെ പറയും, ഞാനും എൻ്റെ ADS ഒക്കെ പറയും, നിങ്ങൾ തൊഴിലുറപ്പിൽ വരണം, നിങ്ങൾക്ക് വരുമാനമില്ലല്ലോ. അങ്ങനെ നിരന്തരം പറഞ്ഞതിൻ്റെ അടിസ്ഥാനത്തിൽ ഈ സാമ്പത്തിക വർഷത്തിൽ കുറച്ച് ദിവസം, വളരെ ചുരുങ്ങിയ ദിവസം രുക്മ തൊഴിലുറപ്പിൽ വന്നിട്ടുണ്ട്. അതും വളരെ കുറഞ്ഞ ദിവസമാണ്. ഇപ്പോൾ ഒരു മസ്റ്റോളിൽ കഴിഞ്ഞ മസ്റ്റോൾ മുഴുവൻ ആബ്സെൻ്റാണ്. അപ്പോൾ അത്രയും ഇടപെട്ടിട്ടാണ് ഇത്രയൊക്കെ ഇവിടെ ചെയ്യാൻ വേണ്ടി പറ്റിയത്. ഇവർ ചെയ്യുന്നില്ല എന്നുള്ളതാണ്. നമ്മൾ ഫണ്ട് അനുവദിക്കായിട്ടോ അവരെ പരിഗണിക്കായിട്ടോ അല്ല, അവർ ചെയ്യുന്നില്ല എന്നുള്ള ഒരു വസ്തുതയാണ് ഇതിലുള്ളത്. അതാണ് 7 കുടുംബങ്ങൾ എന്ന് പറഞ്ഞാൽ ഞങ്ങളാരും ഇതുവരെ കണ്ടിട്ടില്ല. പിന്നെ മൂന്നാമതല്ലാത്തൊരാളുണ്ട്, ലീല എന്ന് പറഞ്ഞ ഒരു ചേച്ചിയുണ്ട്. അവരിതുപോലെ തന്നെ അവർക്ക് ഇവിടെ സ്ഥലമുണ്ട്, അപ്പോൾ എനിക്ക് വീട് വേണം. പക്ഷേ അവരവിടെ കാണാറില്ല, അവർ ചെറുമലയിലാണ് താമസം. അത് അവർ പറയുകയും ചെയ്യുന്നുണ്ട്. എങ്കിലും എനിക്കൊരു വീട് വേണം എന്നുള്ള ഒരു ആവശ്യാർത്ഥം അവരെ പരിഗണിച്ചു. ലൈഫിൽ അവരുടെ പേര് വന്നു. അങ്ങനെ ആദ്യ ഗഡു 40,000 രൂപ അവർ ചെയ്യാതെ തന്നെ അവർക്ക് കൊടുത്തു. അവർ തുടങ്ങട്ടെ എന്ന് വെച്ചിട്ടാണ്. അതിന് വേണ്ടിയിട്ട് അവരുടെ തന്നെ വർക്കൊക്കെ എടുക്കുന്നൊരു മഹേഷ് എന്നാണ് എൻ്റെ ഒരു ഓർമ്മ. അവരെ ഞാൻ വിളിച്ചു. നിങ്ങൾ ആ പ്രവൃത്തി ഏറ്റെടുക്കണം, എന്തെങ്കിലും സഹായമാണെങ്കിൽ ഞാനും ചെയ്യാമെന്ന് പറഞ്ഞു. പക്ഷേ JCB ഉപയോഗിച്ച് കുറച്ച് മണ്ണ് നീക്കിയെന്നല്ലാതെ പിന്നെ അവരൊരു പ്രവൃത്തിയും നടത്തിയില്ല. ഇപ്പോൾ അവർ വിളിച്ചാൽ ഫോൺ എടുക്കാറില്ല. ഒരു ബന്ധുവിൻ്റെ ഫോണിൽ നിന്നാണ് അന്നൊക്കെ എന്നെ വിളിച്ചിരുന്നത്. ഇപ്പോൾ അവർ വിളിക്കാറില്ല. ജലജ എന്നോ മറ്റോ ആണ് അവരുടെ പേര്. ലീല ചേച്ചീൻ്റെ ഒരു സഹോദരിയാണെന്നാണ് എൻ്റെ ഒരു ഓർമ്മ. അങ്ങനെ ഇപ്പോൾ അവർ വിളിച്ചാൽ ഫോൺ എടുക്കാറില്ല. തുടർ പ്രവൃത്തി നടത്താൻ വേണ്ടിയിട്ടാണ് ഞാൻ വിളിക്കുക എന്നുള്ളത് അവർക്കറിയാം. അപ്പോൾ അതുകൊണ്ട് കുറച്ചൊരു കല്ലും ഉണ്ട്, അവിടെയുണ്ട്. ഒരു മരവും മുറിച്ചിട്ട് തന്നല്ലാതെ ആ 40,000 വാങ്ങിയതിൻ്റെ പ്രവൃത്തികളൊന്നും എടുത്തിട്ടില്ല. അപ്പോൾ ഇടപെടാഞ്ഞിട്ടല്ല, അവർ നമ്മളോടൊപ്പം ചേർന്ന് ഈ ഒരു പദ്ധതി നടപ്പിലാക്കണം എന്നുള്ളത് ഉള്ള ഒരു പ്രശ്നമാണ്. പിന്നെ ഇനിയിപ്പം PMAY ലിസ്റ്റിലും ലൈഫ് ലിസ്റ്റിലും ഒരു SC കുടുംബം പോലും കൂത്താളി ഗ്രാമപഞ്ചായത്തിലെ ലിസ്റ്റിലില്ല. മുഴുവൻ SC കുടുംബങ്ങൾക്കും ഞങ്ങൾ പരിഗണന നൽകിക്കൊണ്ട് വീട് നൽകിക്കൊണ്ടിരിക്കുകയാണ്. ഇനിയിപ്പം പുതിയൊരു സർവേ വരുമ്പം പരിഗണന നൽകുന്നു ഇവർക്ക് തന്നെയാണ്. ഇവർക്ക് രുക്മയ്ക്ക് മാത്രമാണ് ഇപ്പം വേണ്ടു, മറ്റു 2 പേർക്കും വീടുണ്ട്. രുക്മയ്ക്ക് തന്നെയാണ്. ഇങ്ങനെയുള്ള മറ്റ് ചിലരും കൂടിയുണ്ട്. ഇപ്പം സങ്കേതത്തിലല്ലാതെ താമസിക്കുന്ന ആളുകളുണ്ട്. അപ്പോൾ അവർക്ക് അങ്ങനെ തന്നെയാണ് ഭരണസമിതി തീരുമാനം. അവർക്ക് പ്രാധാന്യം കൊടുത്തുകൊണ്ട് ഇനിയുള്ള സർവേയിൽ അവരെ ഉൾപ്പെടുത്തണം തന്നെയാണ് തീരുമാനിച്ചത്. ഇപ്പോൾ ഇന്നത്തെ പത്രവാർത്ത എന്ന് പറഞ്ഞാൽ 7 കുടുംബമൊന്നും ഇതൊരു അടിസ്ഥാനരഹിതമായ വാർത്തയാണ്. അതോടൊപ്പം തന്നെ രാഷ്ട്രീയ പ്രേരിതമാണ്. അത് നമുക്ക് ഉറപ്പാണ് ആ വാർത്തയിൽ. നമസ്കാരം. ഇന്ന് മാതൃഭൂമി പത്രത്തിൽ വന്ന വാർത്തയുടെ അടിസ്ഥാനത്തിലാണ് സംസാരിക്കുന്നത്. കൂത്താളി ഗ്രാമപഞ്ചായത്തിലെ 11-ാം വാർഡിലെ വെള്ളപ്പാറക്കൽ സങ്കേതത്തിൽ 3 കുടുംബങ്ങളാണ് താമസിക്കുന്നത്. മാതൃഭൂമി വാർത്തയിൽ 7 കുടുംബങ്ങൾ താമസിക്കുന്നു എന്നാണ്. 3 കുടുംബങ്ങളാണ്. ആ 3 കുടുംബങ്ങളിൽ ദേവി രാജു, അപ്പു ബാവ, രുക്മ അനിൽ, ഈ 3 ആളുകളാണ് ഇവിടെ താമസിക്കുന്നത്. 4ാമതൊരാൾ ലീല വീട് നിർമ്മിക്കുന്നതിന് വേണ്ടി ഗ്രാമപഞ്ചായത്തിൽ എഗ്രിമെൻ്റ് വെക്കുകയും അഡ്വാൻസായി 40 രൂപ വാങ്ങി ഒരു ലോഡ് കല്ല് ഇവിടെ ഇറക്കി. പിന്നീട് അവർ ഈ പ്രദേശത്തേക്ക് വന്നിട്ടില്ല. 3 ആളുകൾ മാത്രമാണ് ഇവിടെ വീട് വെച്ച് താമസിക്കുന്നത്. അതിൽ 2 ആൾക്ക് സുരക്ഷിതമായ വീടും 1 ആൾക്ക് ഷെഡുമാണ്. ഷെഡ് രുക്മ അനിലാണ്. രുക്മ അനിൽ ഇവിടെ താമസിക്കുന്നത് ലൈഫിൽ ഉൾപ്പെടെ ഗവൺമെൻറ്റിൻ്റെ വിവിധ ഏജൻസികൾ അപേക്ഷ വാങ്ങി അതിന് ശേഷമാണ്. ഒരു 2.5 കൊല്ലമായി ആയിട്ടുണ്ടാവും. അതിൽ ഒരു ഭവന നിർമ്മാണ പദ്ധതിക്കും രുക്മ അനിൽ അപേക്ഷ നൽകിയിട്ടില്ല. 2 ആളുകൾക്കും സർക്കാരിൻ്റെ വിവിധ ഏജൻസികളിൽ നിന്ന് സഹായം ലഭിക്കുകയും ചെയ്തിട്ടുണ്ട്. പിന്നീട് ഒരു ബാത്റൂമിൻ്റെ കാര്യമാണ് പറയുന്നത്. ഈ വീട്ടിൽ രാജുവിൻ്റെ വീട്ടിൽ ബാത്റൂമുണ്ട്. അപ്പുറത്തെ രുക്മേൻ്റെ വീട്ടിൽ ബാത്റൂമില്ല. ബാവയുടെ വീട്ടിലും ബാത്റൂമില്ല. പക്ഷേ ഇവർക്ക് 2 ആൾക്കും, ബാവയ്ക്കും രുക്മയ്ക്കും, ഗ്രാമപഞ്ചായത്ത് 11-ാം വാർഡിൽ ഗ്രാമസഭ പ്രയോറിറ്റി കൊടുത്തുകൊണ്ട് ഇവർ മുൻഗണനാ ലിസ്റ്റിൽ വരികയും ഇവർ 2 ആളോടും എഗ്രിമെൻ്റ് വെക്കാൻ പറഞ്ഞിട്ട് ഒരാൾ മാത്രമാണ് എഗ്രിമെൻ്റ് വെച്ചത്. ഒരാൾ എഗ്രിമെൻ്റ് വെക്കാൻ പോലും താല്പര്യപ്പെട്ടില്ല. 2 ആളും ബാത്റൂം ഉണ്ടാക്കിയിട്ടില്ല. ഉണ്ടാക്കിയ ദേവി എന്ന് പറയുന്ന കക്ഷിക്ക് പ്രസിഡൻറ്റ് വ്യക്തിപരമായ സാമ്പത്തികം മുന്നേ കയ്യിൽ നിന്നെടുത്ത് നൽകിയതിൻ്റെ ഭാഗമായിട്ട് മാത്രമാണ്, പ്രസിഡൻറ്റിൻ്റെ ഇടപെടലിൻ്റെ ഭാഗമായിട്ട് മാത്രമാണ് ബാത്റൂം ഉണ്ടാക്കിയത്. മറ്റ് 2 ആളുകളും ഒരുപാട് നിർബന്ധിച്ചിട്ടും VO ഉൾപ്പെടെ ഇടപെട്ടിട്ടൊന്നും അവർ
ബാത്റൂം ഉണ്ടാക്കാൻ തയ്യാറായിട്ടില്ല. 2 ഈ കുടിവെള്ള പ്രശ്നം കൊണ്ട് ജലജീവൻ്റെ ഭാഗമായി ഈ 3 വീട്ടിലും കുടിവെള്ള കണക്ഷൻ ഇട്ടിട്ടുണ്ട്. പദ്ധതി കമ്മീഷൻ ചെയ്യാത്തത് കൊണ്ട് കുടിവെള്ളം എത്തിയിട്ടില്ല. പക്ഷേ ഇവിടുന്ന് ഒരു 10 മീറ്ററേ ഉള്ളൂ പൊളിച്ചാലി രാജീവേട്ടൻ്റെ വീട്ടിൽ നിന്നാണ് ഇവർ കുടിവെള്ളം എടുക്കുന്നത്. ഇവിടെ ഞാൻ കഴിഞ്ഞ പ്രാവശ്യം മെമ്പറായ സമയത്ത് വാട്ടർ അതോറിറ്റിയുടെ പൈപ്പ് ലൈൻ എക്സ്റ്റൻഷൻ്റെ ഭാഗമായിട്ട് ഏകദേശം 1.5 കിലോമീറ്ററിന് മുകളിൽ ചെമ്പോടംപോയിൽ നിന്ന് പൈപ്പ് ലൈനിൽ കൊണ്ടുവരികയും വെള്ളപ്പാർക്കലിന് സമീപം ഒരു 100 മീറ്റർ അപ്പുറം പൊതു ടാപ്പ് പഞ്ചായത്തിൻ്റെ ഭരണസമിതി തീരുമാനപ്രകാരം ഈ കുടുംബങ്ങൾക്ക് വെള്ളം എടുക്കുന്നതിന് പൊതു ടാപ്പ് സ്ഥാപിക്കുകയും ചെയ്തിട്ടുണ്ട്. അതിൻ്റെ പണം അടയ്ക്കുന്നത് ഗ്രാമപഞ്ചായത്താണ്. കാരണം കുടിവെള്ള ക്ഷാമം ഇവിടെ ഒരു പ്രശ്നമുണ്ട്. രാജീവേട്ടൻ്റെ വീട്ടിൽ നിന്ന് വെള്ളം എടുക്കുന്ന സമയത്ത് ഏറ്റവും ക്ഷാമം അനുഭവിക്കുന്ന ഏപ്രിൽ മെയ് മാസത്തെ പ്രയാസമുള്ള സമയത്ത് ഇവർ കുറച്ച് ദൂരെ നിന്നാണ് വെള്ളം കൊണ്ടുവരുന്നത്. ആ സമയത്ത് വാട്ടർ അതോറിറ്റീൻ്റെ കണക്ഷന് വെള്ളം ഉപയോഗിക്കുക എന്നുള്ള രീതിയിലാണ് പഞ്ചായത്ത് തീരുമാനമെടുത്തതും. ഇവർക്ക് വേണ്ടി അത്രയും ദൂരത്തുനിന്ന് പൈപ്പ് കൊണ്ടുവന്ന് നമ്മളൊരു ഇടപെടൽ ഗ്രാമപഞ്ചായത്ത് കഴിഞ്ഞ ഭരണസമിതി ആ രീതിയിൽ ഇടപെട്ടിട്ടുണ്ട്. ഈ പ്രാവശ്യം ജലജീവൻ്റെ ഭാഗമായിട്ട് തന്നെ ഇവർക്ക് 3 ആൾക്ക് കണക്ഷൻ കൊടുത്തിട്ടുണ്ട്. ഇവരെ പിന്നീടുള്ളൊരു പ്രശ്നം ഇവരെ യാത്രാ പ്രശ്നമാണ്. യാത്രാ പ്രശ്നം എന്ന് പറയുന്നത് ഏകദേശം റോഡിൽ നിന്ന് 100 മീറ്റർ ദൂരമുണ്ട് ഇവരെ വീടുകളിലേക്ക്. പക്ഷെ 2 ഭാഗത്തും ഇടയാണ്. ആ ഇട റോഡ് നടപ്പാതയാക്കി മാറ്റുക അല്ലെങ്കിൽ റോഡാക്കി മാറ്റിയാൽ മാത്രമേ ഇവർക്ക് ഗതാഗത സംവിധാനമുള്ളൂ. കഴിഞ്ഞ ഭരണസമിതിയും ഈ ഭരണസമിതി നിരന്തരം ശ്രമിച്ചതിൻ്റെ ഭാഗമായി ഭരണസമിതി മാത്രമല്ല ഇവിടുത്തെ പൊതുസമൂഹം കൂടി ഇടപെട്ടിട്ടുണ്ട്. അപ്പോൾ ഗ്രാമപഞ്ചായത്ത് 15/1/2024 ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റിൻ്റെ അധ്യക്ഷതയിൽ പഞ്ചായത്ത് ഓഫീസിൽ വെച്ച് യോഗം ചേരുകയും ആ യോഗത്തിൽ പ്രസിഡന്റ്, വൈസ് പ്രസിഡന്റ്, സജീഷ് മെമ്പർ, അന്നത്തെ സെക്രട്ടറി രാജേഷ് ഉൾപ്പെടെ ഈ പ്രദേശവാസികളെ രാജീവൻ PC, PC ഉബൈദ് മാസ്റ്റർ, MK അലിക്കുട്ടി, ബാവ CM ഈ വീട്ടിലെ ആൾ, VP വേണു പേരാമ്പ്ര, മൊയ്തു മുസലിയാർ, സ്വരത്തിൻ്റെ സെക്രട്ടറി ബിജു ഉൾപ്പെടെ 11 ആളുകൾ പങ്കെടുത്ത യോഗമാണ് പ്രദേശവാസികളോട് റോഡ് സ്ഥലം വിട്ടു തരുന്നതിനും റോഡ് 2.5 മീറ്റർ ഉണ്ടാകണമെന്ന് തീരുമാനിക്കുകയും ചെയ്തത്. അപ്പം നിരന്തരം ഇടപെട്ടതിൻ്റെ ഭാഗമായിട്ട് സ്ഥലം അനുവദിക്കാത്ത പല ഉടമസ്ഥന്മാരും ഈ കമ്മിറ്റിയുടെ ഭാഗമായി തീരുമാനത്തിൻ്റെ ഭാഗമായി സ്ഥലം തരികയും പൊതുജനങ്ങളുടെ ഫണ്ടിൻ്റെ സമാഹരണത്തിൻ്റെ ഭാഗമായി JCB ഉപയോഗിച്ച് റോഡ് വെട്ടുകയും ചെയ്തത്. റോഡിന് ഒരു സാങ്കേതിക പ്രശ്നങ്ങളുണ്ട്. കഴിഞ്ഞ 15/1 തീരുമാനിച്ച് ഫെബ്രുവരിയോടുകൂടിയാണ് റോഡ് വെട്ടുന്നത്. ഏകദേശം 1 വർഷമായി. പഞ്ചായത്തിൻ്റെ ആസ്തിയിൽ ഉൾപ്പെട്ടാൽ മാത്രമേ ഇപ്പോൾ റോഡ് ഫണ്ട് അനുവദിക്കാൻ കഴിയുള്ളൂ. അപ്പോൾ അതിൻ്റെ നടപടിക്രമം പൂർത്തീകരിക്കുകയാണ്. ഗ്രാമസഭയിൽ തൊഴിലുറപ്പ് പദ്ധതിയിൽ ഉൾപ്പെടുത്തി ഈ പ്രദേശത്തേക്ക് മുൻഗണന നൽകിയിട്ടുണ്ട്. പക്ഷേ അതിൻ്റെ ആസ്തി രജിസ്റ്റർ റെഡി ആക്കാൻ കഴിയാത്തത് കൊണ്ട് അതിന് ചെറിയ കാലതാമസം നേരിട്ട്. പക്ഷേ റോഡ് വെട്ടിയിട്ട് ഇപ്പം 1 വർഷം റെഡി തികയുന്നേ ഉള്ളൂ. 15/1 യോഗം ചേർന്നത്. അതിനുശേഷം റോഡ് വെട്ടി പൂർത്തീകരിച്ചിട്ടേ ഉള്ളൂ. അപ്പോൾ ഇവരുടെ ബന്ധപ്പെട്ട പ്രശ്നങ്ങളെല്ലാം പഞ്ചായത്തും ഇവിടുത്തെ പൊതുസമൂഹമൊക്കെ നല്ല രീതിയിൽ ഇടപെടുന്നുണ്ട്. ഈ വീഡിയോ മുഖാന്തരമാണ് തെളിവടിസ്ഥാനത്തിലാണ് ഞാൻ നിങ്ങളോട് സംസാരിക്കുന്നത്. ടോയ്ലറ്റിൻ്റെയും വീടിൻ്റെയും റോഡിൻ്റെ ആയിട്ട് ബന്ധപ്പെട്ട യോഗം ചേർന്ന എല്ലാ മിനിറ്റ്സിൻ്റെ കോപ്പിയുമാണ് ഞങ്ങൾ ബോധ്യപ്പെടുത്തുന്നത്. ഇവരുടെ പ്രശ്നങ്ങളിൽ പഞ്ചായത്ത് ഏറ്റവും അടിസ്ഥാന വർഗം എന്ന നിലയിൽ പഞ്ചായത്ത് മുഖ്യ പരിഗണന കൊടുക്കുന്നുണ്ടെങ്കിൽ പോലും ഇന്ന് എല്ലാ വാർത്തകളും അല്ലെങ്കിൽ എല്ലാ തെളിവുകളും ഒന്നും പഞ്ചായത്തിനോട് ഒരു രേഖയും ആവശ്യപ്പെടാതെ അല്ലെങ്കിൽ ഒരു അന്വേഷണം നടത്താനാണ് മാതൃഭൂമിയുടെ ലേഖകൻ ഈ റിപ്പോർട്ട് കൊടുത്തത്. അത് പൊതുസമൂഹത്തെയും ഇവിടുത്തെ എല്ലാ മാധ്യമങ്ങളെയും ഞങ്ങൾ ഈ വെള്ളപ്പാർക്കൽ സംഘത്തിലേക്ക് ക്ഷണിക്കുകയാണ്. പൊതുവികാരം മാനിച്ചുകൊണ്ട് ഇവിടുത്തെ പ്രശ്നങ്ങൾ ഉയർത്തിക്കൊണ്ടുവരികയും ഇവർക്ക് ആനുകൂല്യം കിട്ടേണ്ടത് വാങ്ങിക്കൊടുക്കുകയും ചെയ്യുന്ന എല്ലാ മാധ്യമങ്ങളോടും പൊതുസമൂഹത്തോടും ഞങ്ങൾ കടപ്പെട്ടിരിക്കും. പക്ഷേ തെറ്റിദ്ധാരണ നടത്തുന്ന ഇത്തരം വാർത്തകൾ രാഷ്ട്രീയ പ്രേരിതവും അടിസ്ഥാനരഹിതവുമാണ്. ഇതിനെതിരെ പ്രതികരിക്കുകയാണ്.